നമ്മുടെ കർത്താവിൻ്റെ ക്രൂശ് മരണത്തെ അനുസ്മരിക്കുന്നതായുള്ള ദിവസം യേശു ക്രിസ്തുവിൽ കൂടെ ദർശിപ്പാൻ കഴിഞ്ഞതായിട്ടുള്ള മാനവീയതയുടെ പൂർണ്ണത നമുക്ക് ധ്യാനിക്കാം. ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാൻ, സമൃദ്ധിയായ ജീവനുണ്ടാകുവാൻ. എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കും. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രൻ അവൻ നമ്മെ വെളിപ്പെടുത്തുന്നത്. പുത്രനാം ദൈവത്തിൽ നാം പിതാവാം ദൈവത്തെ കാണുന്നു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് കണ്ടു. പിതാവിൻ്റെ തേജസ്. ആ തേജസ് നമുക്ക് തരുന്നത് രണ്ട് ദർശനങ്ങളാണ്. ഒന്ന്, സ്നേഹവാനായ ഒരു പിതാവ്. വികലമായ മാനവികതയെ ആ മാനവികതയുടെ ധന്യതയിലേക്ക് മടക്കി വരുത്തുവാനായി ആകാംക്ഷയോടുകൂടെ പ്രവർത്തിക്കുന്നതായുള്ള ഒരു പിതാവ്. എന്നാൽ ദൈവം തൻ്റെ സൃഷ്ടിയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നില്ല. അത് നിർബന്ധം കൊണ്ടല്ല, സ്വാതന്ത്ര്യത്തെ ഹനിച്ചിട്ടല്ല. സ്വതന്ത്രമായിട്ടായിരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമത്രേ. ക്രിസ്തുയേശുവിൽ ആ സ്വാതന്ത്ര്യം നമ്മൾ കണ്ടെത്തി മാനവികതയുടെ പൂർണ്ണതയിലേക്ക് മടങ്ങി വരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതായ സ്വാതന്ത്ര്യം ഈ മനോഹരമായ പ്രപഞ്ചത്തെ നമ്മെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതിനെ കൂടുതൽ മനോഹരമാക്കുക, ആരോഗ്യമുള്ളതായി നിലനിർത്തുക, കൂടുതൽ ഫലദായകമാക്കുക. അതങ്ങനെ ആക്കി തീർക്കുവാനായുള്ള സർഗശക്തികളും അവൻ നമുക്ക് നൽകി. അതത്രേ ദൈവം മനുഷ്യനെ തൻ്റെ സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നു. ഒരു സൃഷ്ടിയുടെ സാദൃശ്യത്തിലല്ല നമ്മെ സൃഷ്ടിച്ചത്, പിന്നെയോ സൃഷ്ടാവിൻ്റെ സാദൃശ്യ സർഗശക്തികളോടുകൂടിയാണ് വിഭാവനം ചെയ്യുവാനും വിഭാവനം ചെയ്തതിനെ നിർമ്മാണാത്മകമായ കർമ്മപദ്ധതികളോട് യാഥാർത്ഥ്യമാക്കി തീർക്കുവാനും അങ്ങനെ ഈ പ്രപഞ്ചത്തെ കൂടുതൽ മനോഹരവും ആരോഗ്യമുള്ളതായും ഫലദായകവുമായി നിർത്തുവാനായിട്ട്. എന്നാൽ അത് സംഭവിച്ചത് എന്ത്? മനുഷ്യൻ തൻ്റെ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്തതിൻ്റെ ഫലമായി പ്രകൃതിയും വികൃതമായി.
ഇന്ന് നാം ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത് മാരകമായിരിക്കുന്ന ഈ രോഗം അനേക ആയിരങ്ങളെ മരണത്തിലേക്ക് നയിച്ചുവെങ്കിലും പ്രകൃതിക്ക് വിമോചനം ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയും നമ്മൾ കേൾക്കുവാൻ കഴിയും. അന്തരീക്ഷ മലിനീകരണത്തിന് കുറവുണ്ടായിരിക്കും. അതുപോലെ തന്നെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന ജലത്തിൻ്റെ മലിനീകരണത്തിന് കുറവുണ്ടായിരിക്കും. പുണ്യനദിയായിരിക്കുന്നതാണ് യമുന തന്നെയും തെളിഞ്ഞ് മാലിന്യവിമുക്തമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇന്ന് രാവിലെയും നമുക്ക് കേൾക്കുവാനിടയായത്. ദൈവം സൃഷ്ടിച്ചതായിട്ടുള്ള മനോഹരമായിരിക്കുന്ന നദികളിലെ ജലം മലീമസമായിരിക്കും. എന്നാൽ ഈ വൈറസിൻ്റെ വ്യാപ്തി കൊണ്ട് സ്വയം നിയന്ത്രണത്തിലേക്ക് മാറേണ്ടി നിർബന്ധിതമായ ഈ അവസ്ഥയിൽ അന്തരീക്ഷം തന്നെയും മലിനീകരണ പ്രക്രിയയിൽ നിന്ന് സ്വതന്ത്രമായിക്കൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് ഈ വസന്തയ്ക്ക് കാരണമെന്ത്? ഒരു പ്രത്യേക വർഗമോ ഒരു പ്രത്യേക ജാതിയോ ഒരു പ്രത്യേക രാജ്യമോ അല്ല. നാം എല്ലാവരും അതിന് ഉത്തരവാദിയാകുന്നു എന്നുള്ളത് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ പലപ്പോഴും ഒരു ഉദാഹരണം പറഞ്ഞിട്ടുള്ളൊരു മനഃശാസ്ത്രജ്ഞൻ്റെ ഒരു കുഞ്ഞ് ഭൂമിയിൽ ജനിക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് ഈ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നു. അതിന് ശാസ്ത്രീയമായ ഒരു മറുപടി ആ ഒരു ഞെട്ടിയുള്ള കരച്ചിലൂടെയാണ് ആ കുഞ്ഞിൻ്റെ ശരീരത്തിലുള്ള സകല ഗ്രന്ഥികളും പ്രവർത്തനക്ഷമതയിലേക്ക് വരുന്നതെന്ന്. എന്നാൽ അതേസമയം തന്നെ ആ മനഃശാസ്ത്രജ്ഞൻ പറയുന്നത് മറ്റൊരു വിധത്തിലാണ്. നിലവിലിരിക്കുന്നതായ വ്യവസ്ഥിതിയിൽ നോക്കിക്കൊണ്ട് അദ്ദേഹം പറയുന്നു, ഈ കുഞ്ഞുമ ചോദിക്കുകയാണ്, മമ്മി, ഡാഡി, ഞങ്ങളൊക്കെ വളർന്ന് നിങ്ങളുടെ പ്രായമാകുമ്പോഴേക്ക് ഞങ്ങൾക്ക് ശ്വസിക്കുവാൻ വായുവും പാനം ചെയ്യുവാൻ ജലവും നിങ്ങൾ ഈ ഭൂമിയിൽ അവശേഷിപ്പിക്കുമോ എന്ന്. ഏതാണ്ട് ആ അവസ്ഥയിലേക്കല്ലേ നാം ഈ അടുത്ത കാലത്ത് എത്തിച്ചേർന്നത്. ഈ കഴിഞ്ഞ തണുപ്പ് കാലത്തേക്ക് ലോകരാഷ്ട്രങ്ങളിൽ തന്നെയും അത് പല വിധത്തിൽ നമ്മൾ അനുഭവിച്ചില്ലേ. ഡൽഹിയിൽ തന്നെയും അതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങൾ എന്തെല്ലാം ഡൽഹി നിവാസികൾ നമ്മുടെ രാജ്യത്ത് തന്നെ അനുഭവിച്ചു എന്നുള്ളത് നാം കേട്ടറിഞ്ഞിട്ടുള്ളതല്ലേ. എന്നാൽ ഈ വസന്ത അവിടെ അന്തരീക്ഷം ശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നു, ശ്വസിക്കുവാൻ വായുവും പാനം ചെയ്യാൻ ജലവും രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ മനഃശാസ്ത്രജ്ഞൻ്റെ വ്യാഖ്യാനത്തിന് അർത്ഥം വല്ലതുമുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പ്രധാനമായിട്ട് പദമൊന്നേരുന്നത് ആതുര ശുശ്രൂഷ പരിപാലനത്തിന് വേണ്ടി ഉള്ള ശക്തീകരണമായിരുന്നു. ഒരു വൈദ്യനായിരുന്ന ലൂക്കോസ് എവൻഗലിസ്തൻ
യേശു ക്രിസ്തുവിൻ്റെ ചെയ്തതായ അടയാളങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മാനവികതയുടെ പൂർണ്ണതയിലേക്കും മടങ്ങി വരുവാൻ തക്കവണ്ണം അന്ധരെ കാഴ്ചശക്തിയുള്ളവരാക്കുന്നു, ചെകിടനെ കേൾവിശക്തിയുള്ളവരാക്കുന്നു, മുടന്തനെ നടക്കുമാറാക്കുന്നു, രോഗാതുരായി സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവർ, ഒറ്റപ്പെട്ടവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ചേർന്ന് നടക്കുവാനായിട്ട് രൂപാന്തരപ്പെടുത്തുന്നു, പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്നു. ഈ സൗഖ്യദായക ശുശ്രൂഷയ്ക്ക് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഒരു ശക്തികേട് നൽകിയെന്നുള്ളത് നാം പ്രത്യേകിച്ച് ഓർക്കണം. ദൈവം ഈ പ്രപഞ്ചം ഏൽപ്പിച്ചുകൊണ്ട് മനുഷ്യനോട് പറഞ്ഞത് ഇപ്രകാരമല്ലേ: മനുഷ്യ, ഈ പ്രപഞ്ചം നിന്നെ ഏൽപ്പിക്കുന്നു, ഈ മനോഹരമായ പ്രപഞ്ചം, അതിനെ കൂടുതൽ മനോഹരമാക്കുക, ആരോഗ്യമുള്ളതായി നിലനിർത്തുക, ഫലദായകമാക്കുക. അതിനല്ലേ നമ്മെ ഏൽപ്പിച്ചത്. ആ ഒരു കാര്യം നാം ഓർക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ ഈ ദൃശ്യ സൗഖ്യദായക ശുശ്രൂഷയിൽ സന്തോഷിച്ചവരുണ്ട്. എന്നാൽ മറ്റുള്ളവർ അപരന് ഈ സൗഖ്യദായക ശുശ്രൂഷയിലൂടെ ലഭിച്ച കൃപകളെ ഓർത്ത് സന്തോഷിക്കേണ്ടതിന് പകരം അതിൽ കുറ്റം കണ്ടെത്തി ഇതിനൊക്കെ വേറെ ദിവസം തങ്ങൾ പടുത്തുയർത്തിയതാൾ ആചാരാനുഷ്ഠാനങ്ങൾക്ക് അനുയോജ്യമല്ലാതെ അത് പ്രവർത്തിക്കരുത്, ശബത്തിലരുത്. എന്നാൽ ശബത്തിന് വേണ്ടി മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ശബത്തിന് വേണ്ടിയല്ല. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന് വേണ്ടിയാണ് ശബത്ത് ദൈവം അപ്പോൾ നൽകിയത്. നിന്ന് ചിന്തിച്ച് ദൈവം നൽകിയതായ സൗഖ്യദായക ശുശ്രൂഷയിൽ അപരനോടുള്ളതായ പരിഗണനയിൽ കൂടുതൽ ധന്യത കണ്ടെത്തുവാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത്. ക്രൂശിൽ വെച്ച രണ്ട് സംഭവങ്ങളെക്കുറിച്ച് മാത്രം ഞാൻ ഈ സമയത്ത് അനുസ്മരിപ്പിക്കട്ടെ. വേദനയുടെ മധ്യത്തിൽ ശാരീരികവും മാനസികവുമായുള്ള വേദനയുടെ മധ്യത്തിൽ ഏകാന്തത അനുഭവിക്കുന്ന സമയത്ത് കർത്താവ് തന്നെയും നിലവിളിച്ചു പോയി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന്. ഈ വെള്ളിയാഴ്ചയുടെ മധ്യാഹ്നത്തിലാകുന്നു ആ നിലവിളി കർത്താവ് ഉയർത്തിയത്. എന്നാൽ അത് നാം സൂക്ഷ്മതയോടെ ചിന്തിച്ചാൽ, സാവധാനതയോടെ പരിശോധിച്ചാൽ അത് ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യതയാകുന്നു എന്ന് വരികിലും ആശ്വാസത്തിന് വേണ്ടി വാതിൽ തുറക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. 22-ാം സങ്കീർത്തനം അതിലെ 1-ാമത്തെ വാക്യമാകുന്നു അത്. എന്നാൽ അതിനെ തുടർന്നുള്ളതായ സങ്കീർത്തനത്തിൽ കൂടെ ദൈവം നൽകിയ തിരുവചനം നാം ഓർത്ത് നോക്കുമ്പോൾ കൈവിട്ട അനുഭവത്തിൽ നിരാശപ്പെട്ട് തകർന്നു പോവുകയല്ല, അവിടെ നിന്ന് ജീവിതം കെട്ടുപണി ചെയ്ത് സൗഭാഗ്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന ധന്യതയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു യാത്രയുടെ ആരംഭം മാത്രമായിരുന്നു നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവ്
ഇന്ന് നാം സദ്രായിൽ ഓർത്തതുപോലെ സന്തത സഹചാരികളായി നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ വിട്ടുപോകില്ലെന്ന് പറഞ്ഞവനും ഇനിയും ഒരു നാളും നിന്നെ തള്ളിപ്പറയില്ലെന്ന് പറഞ്ഞവനും തന്നോടുകൂടെ സുഖദുഃഖങ്ങളിലെല്ലാം പങ്കുചേർന്നവരും എല്ലാം അകന്നു പോയപ്പോൾ ഹൃദയത്തിൻ്റെ വേദനയുടെ കാഠിന്യം എത്രമാത്രം. ഈ വെള്ളിയാഴ്ചയുടെ മധ്യാഹ്നസൂര്യൻ്റെ കിരണങ്ങളേറ്റ് ദേഹം പൊള്ളുന്നു, വേദനകൾ കടിച്ചമർത്തുന്നു. ആ സമയത്ത് ആ നിലവിളിയുടെ അർത്ഥം എത്രമാത്രം യാഥാർത്ഥ്യമുള്ളതാണ്. എന്നാൽ ആ നിലവിളിയുടെ മധ്യത്തിലും പ്രത്യാശയുടെ ഒരു രശ്മി ദർശിക്കുകയാണ് ആ സങ്കീർത്തനത്തിലൂടെ. പാരമ്പര്യം പറയുന്നത് 22-ാം സങ്കീർത്തന കർത്താവ് ആ ക്രൂശിൽ കിടന്നുകൊണ്ട് ധ്യാനിച്ചു എന്നാണ്. അത് ആ ധ്യാനത്തിന് ശേഷം ലഭിച്ചതായിട്ടുള്ള ദർശനം എന്തായിരുന്നു? കർത്താവ് അരുളി ചെയ്തതിന് നിവൃത്തി വരുമെന്ന് പറഞ്ഞ നീ ഭാഗ്യവതി എന്ന് ഉള്ള ആശംസ കേട്ടപ്പോൾ ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുമെന്ന് പറഞ്ഞ ആ മാതാവ് മാത്രം എല്ലാവരും അകന്നു പോയപ്പോൾ ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നതായിട്ട് കണ്ടു. ആ ദൃശ്യം എത്ര വൈകാരികമാണ്. ആ മാതാവിന് സഹായിയായിട്ട് തൻ്റെ മാതൃ സഹോദരി പുത്രനായിരുന്ന യോഹന്നാൻ, യേശു സ്നേഹിച്ച ശിഷ്യൻ, ഇങ്ങനെ വലിയ വീരവാദമൊന്നും പറഞ്ഞിട്ടുള്ള ആളല്ലെന്ന് വരികയിൽ യേശുവിനെ സ്നേഹിച്ച് തൻ്റെ അടുത്ത ചാർച്ചയിൽപ്പെട്ട ശിഷ്യൻ കൂടെ നിൽക്കുന്നത് കണ്ടു. തൻ്റെ ആത്മാവിനെ താൻ പിതൃകരങ്ങളിൽ ഏൽപ്പിക്കുവാൻ പോകുന്നു. തൻ്റെ അമ്മയെക്കുറിച്ചുള്ളതായുള്ള ചിന്തയ്ക്ക് അവിടെ പ്രയോറിറ്റി കൊടുത്തു. അമ്മയുടെ ഭാവി എന്ത്? അപ്പോൾ അവരെ ഇരുവരെയും ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് അടുത്തൊക്കെ വിളിച്ചു. യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അമ്മയോട് പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ. എത്ര വൈകാരികമായ ഒരു മുഹൂർത്തമാണ് അത്. നാം ഓർത്ത് നോക്കണം. അവിടെ വെളിപ്പെടുത്തിയത് തന്നെ താനാക്കി തീർത്തതായ തൻ്റെ അമ്മയോടുള്ളതായുള്ള കടപ്പാട് മരണനാൾ ആ ആത്മാവിനെ പിതൃകളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ നിമിഷത്തോട് അടുത്തിരിക്കുന്ന സമയത്ത് പോലും കർത്താവ് വിസ്മരിച്ചില്ല എന്നുള്ളതാണ്. അതാണ് ദൈവം സൃഷ്ടിച്ചതായുള്ള മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണ രൂപം. തന്നെ താനാക്കി തീർത്തതായുള്ള തൻ്റെ മാതാവിനോടുള്ള കടപ്പാട്. ഇന്ന് സമൂഹത്തിലേക്ക് നാം നോക്കിയാൽ ഈ കടപ്പാട് എത്രമാത്രം പരിഗണിക്കപ്പെടുന്നുണ്ട്. ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ്റെ സാദൃശ്യത്തിൽ നാം ആയിത്തീരുമ്പോൾ അതേ അവനോടുള്ളതായ നമ്മുടെ കടപ്പാട് എത്രമാത്രം കടപ്പാട് ഉള്ളതാകുന്നത് നാം പ്രത്യേകിച്ച് ഓർക്കണം. ഇന്നത്തെ അവസ്ഥയിൽ നാം നോക്കിയാൽ നാം നിർബന്ധിതമായി തീർന്നിരിക്കുന്നു. നമുക്ക് ജീവിക്കണമെന്നൊരു മറ്റുള്ളവരുടെ ആരോഗ്യം നിലനിന്നെങ്കിലും സാധ്യമാകും. അതുകൊണ്ട് പല വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസ് നമുക്കുണ്ടായിരിക്കണം. കർത്താവിൻ്റെ കാലഘട്ടത്തിൽ കർത്താവിനെ സമീപിച്ച
ആ ശതാധിപൻ്റെ ചിന്ത അതായിരുന്നു, തൻ്റെ ഭവനത്തിൻ്റെ ഭദ്രത തൻ്റെ ബാല്യക്കാരുടെ സൗഖ്യത്തിൻ്റെ ഒരു ഘടകമാകുന്നു. അതുകൊണ്ട് നാം പ്രത്യേകിച്ച് ഓർക്കണം, ആ മനുഷ്യൻ ജാഗരിച്ചു, എൻ്റെ ബാല്യക്കാരുടെ സൗഖ്യം എൻ്റെ കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് ആവശ്യമാണ്. അതുപോലെ ദേശത്ത് ഒരു മനുഷ്യൻ കഷ്ടപ്പെടുന്നു, അവൻ്റെ സൗഖ്യമെന്ന് പറയുന്നതും ആ ദേശവാസികളുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് ആവശ്യമാണ് എന്ന് ബോധ്യമായി. എന്ന് ഒരു രോഗാണു തന്നെയാണ് ഇന്ന് മനുഷ്യനെ ആ വിധത്തിലുള്ള അവബോധത്തിലേക്ക് വഴി നടത്തുന്നത്. നാം പ്രത്യേകിച്ച് ഓർത്ത് നോക്കുക, ഈ വസന്തയെ തരണം ചെയ്യുന്നതിന് നാം സ്വയശിക്ഷണതയോടുകൂടെ ജീവിക്കുകയും അന്തരീക്ഷ മലിനീകരണ പ്രക്രിയയിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ വിമുക്തമാക്കുകയും ചെയ്യുക. അതിന് നമ്മൾ ആ കഴിവ് പ്രവർത്തിപ്പാനായിട്ട് നാം നിർബന്ധിതരായി ഭവനങ്ങളിൽ അടയ്ക്കപ്പെട്ടവരായിട്ട് നാം ജീവിക്കുകയല്ലേ. നാം പ്രത്യേകം ശ്രദ്ധിക്കുക. അപരന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ശുശ്രൂഷയാണ് നാം നമ്മിൽ തന്നെ സ്വയനിയന്ത്രിതരായി വായു, ജലം, എന്നാൽ അതേസമയം തന്നെ ഭക്ഷണ കാര്യത്തിലും ഇപ്പോഴും ആ ഒരു ചിന്ത നമുക്കുണ്ടാകുന്നില്ലല്ലോ. മാരകമായ വിഷാംശങ്ങൾ കലർത്തി ഭക്ഷണ പദാർത്ഥങ്ങൾ സൂക്ഷിച്ച് കൂടിയ വിലയ്ക്ക് വിറ്റ് ലാഭമുണ്ടാക്കുവാൻ വേണ്ടിയുള്ള വ്യഗ്രത ഇന്നും മനുഷ്യന് മാറിയിട്ടില്ല. എത്ര ടൺ മത്സ്യമാണ് ദൈവം സൃഷ്ടിച്ച മത്സ്യമാണ് ഉപയോഗശൂന്യമായി നശിപ്പിച്ച് കളയേണ്ടി വന്നത് നമ്മുടെ കേരളത്തിൽ എന്നുള്ളത് നാം ചിന്തിച്ച് നോക്കിയാൽ ഇത്രയുമൊക്കെ ആയിട്ടും നമുക്ക് മനുഷ്യത്വത്തിലേക്ക് മടങ്ങി വരുവാൻ സാധിച്ചിട്ടില്ലോ എന്ന് ഓർത്ത് നാം ദുഃഖിക്കേണ്ടതാണ്. നാം പ്രത്യേകിച്ച് ഓർക്കണം. അതുകൊണ്ട് അവരൻ്റെ സുരക്ഷിതത്വമാണ് നമ്മുടെ സുരക്ഷിതത്വം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ഈ നോയമ്പുകാലവും ഈ നോയമ്പുകാലത്ത് നമ്മെ ലോകത്തെ ബാധിച്ചതായുള്ള ഈ വൈറസിൻ്റെ ഭീകരതയും നമ്മെ ആഹ്വാനം ചെയ്യും. രണ്ടാമതായിട്ട് കുരിശിൽ കണ്ടതായുള്ള മറ്റൊരു ദർശനം, രണ്ട് കുറ്റവാളികൾ വരെ തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ടു. ഒരു കുറ്റവാളി പറയുന്നു, നീ ദൈവമാണെങ്കിൽ ഇറങ്ങി വാ, ഞാൻ വിശ്വസിക്കാം, ഞങ്ങളെ കൂടെ ഇറക്കി വിടുക. എന്നത്രയും ആവശ്യം പറയുന്നത്. മനുഷ്യൻ്റെ ധാർഷ്ട്യത്തിൻ്റെ അതായത് നാം വായിച്ചതാണ് ഭാഗത്ത് കർത്താവിനെ ക്രൂശിച്ചത് കണ്ടപ്പോൾ പലരും പറഞ്ഞത് തന്നെത്താൻ രക്ഷിച്ചു. എന്നാൽ തന്നെ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ കഴിവില്ലാത്തവരാണ്. ദൈവത്തിൻ്റെ ക്ഷമ നാം ഓർക്കുക. മനുഷ്യൻ്റെ ധാർഷ്ട്യത്തിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ ക്ഷമ എത്രയോ അപ്രമേയം. എന്നാൽ അതേസമയം അവരൻ മറ്റേ
കുറ്റവാളി പറയുന്നത്, നമ്മൾ സമശിക്ഷാവിധിയിലായിട്ട് ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? ദൈവത്തിൻ്റെ സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരിൽ വിളങ്ങേണ്ടതായുള്ള സ്വഭാവത്തിലേക്ക് മടങ്ങി വരുവാൻ നമ്മൾ ചിന്തിക്കുന്നില്ലയോ? അതുകൊണ്ട് അവൻ നിലപിടിച്ചു. അവൻ കർത്താവിനെ അംഗീകരിച്ചു. മശിഹായി, നീ എഴുന്നള്ളപ്പോൾ എന്നോടും കരുണ തോന്നേണമേ എന്ന് നിലപിടിച്ചു. അപ്പോൾ കർത്താവ് പ്രതിവച്ച്, ദീർഘക്ഷമയുടെ ദൈവം അനുതാപികളെ സ്വീകരിക്കും. അതിന് കാലതാമസമില്ല. സ്വീകരിക്കുന്നതായുള്ള ആ ദൈവസ്നേഹമാണ് യേശുക്രിസ്തു കൂടെ വെളിപ്പെട്ടതെന്ന് നാം പ്രത്യേകിച്ച് ഓർക്കണം. ഇപ്പോഴും ഈ വ്യതയിൽ നിന്നൊക്കെയും മാറിയാൽ ഒരു ന്യൂനപക്ഷം ആളുകൾ പറയും, ഇതൊക്കെ ദൈവകൃപ കൊണ്ട് മരുന്നുകൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടുകൂടിയാണ് ഞാൻ സൗഖ്യമായെന്ന് പറയും. എന്നാലും സൗഖ്യമായി കഴിഞ്ഞാൽ അതിന് ദൈവത്തിൻ്റെ കൃപയായിരുന്നു എന്ന് അംഗീകരിക്കുവാൻ ധാർഷ്ട്യത കാണിക്കുന്ന സമൂഹവും ഇന്നുണ്ട് എന്നുള്ളത് നാം പ്രത്യേകിച്ച് ഓർക്കണം. അതുകൊണ്ട് നമുക്ക് ഈ നോയമ്പ് കാലത്ത് നമുക്ക് ദൈവം നൽകിയതായിട്ടുള്ള വിനയത്തോടുകൂടി ദൈവത്തിനെ നടന്ന് അഖില ലോകസഭാ കൗൺസിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന മനോഹരമായ പ്രാർത്ഥന നമ്മളെ പ്രാർത്ഥനയായിട്ട് ഉയർത്താം. കൃപാലുവായ ദൈവമേ, നിൻ്റെ കൃപയാൽ ലോകത്തിൻ്റെ സൗഖ്യം വരുത്തണമേ. അതാണ് ഈ വെള്ളിയാഴ്ച നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള പ്രാർത്ഥനയായിരിക്കുന്നത്. നിൻ്റെ സന്നിധിയിൽ വിനയത്തോട് നടപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ആർദ്രതയിൽ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, സഹസ്രാബ്ദങ്ങളായിട്ട് ഈ കൃപയറിഞ്ഞ് ജീവിച്ചതായ അനേകരുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യം നമ്മെ അതിന് ശക്തീകരിക്കട്ടെ. നമുക്കൊരുമിച്ച് പരിമിതികളുടെ മധ്യത്തിലും വിവിധ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഒരുമയോടെ പ്രാർത്ഥിക്കാം. കൃപാലുവായ ദൈവമേ, നിൻ്റെ കൃപയാൽ ലോകത്തെ സൗഖ്യപ്പെടുത്തണമേ. ആമീൻ. അല്പസമയം വിശ്രമം വേണം. അല്പസമയം വിശ്രമം